കൂട്ടുകാരെ, അധികം സ്പൈസുകൾ ഉപയോഗിക്കാതെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ് എന്നിവ മാത്രം ഉപയോഗിച്ച് 1121 ടിൽഡയുടെ ഏറ്റവും പ്രീമിയം ബസ്മതി അരിയിൽ നല്ല ഇളം മട്ടനും ചേർത്തുണ്ടാക്കിയ മട്ടൻ ബിരിയാണി. ബിരിയാണിയുടെ ടേസ്റ്റിൻ്റെ ആദ്യ ഭാഗമാണ് അതിലേക്ക് ഉള്ളി നന്നായിട്ട് വറുത്തെടുക്കുക. 90% ബിരിയാണി വെക്കുന്നവരിൽ ഞാൻ കാണുന്നത് ആ ഉള്ളി വറുത്ത് കഴിയുമ്പോൾ ഒന്ന് കരിഞ്ഞിരിക്കും. അതുകൊണ്ട് എങ്ങനെ ഉള്ളി കറക്റ്റ് നമ്മുടെ ഗോൾഡൻ കളറിൽ വറുക്കാമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അടുപ്പിൽ പാത്രം വെച്ചു, ഓയിലൊഴിച്ചു, അതിലേക്ക് ഉള്ളി ഇടുകയാണ്. ചിലർ പെട്ടെന്നാവാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഇത് നേരെ തന്നെ ആയിക്കോളും. എപ്പോഴും ഫ്രൈങ് പാനിൽ വെക്കുന്നതിന് പകരം നല്ല കുഴിയുള്ളൊരു പാത്രത്തിൽ വേണം വയ്ക്കാൻ. ഫ്രൈങ് പാനിൽ വെക്കുന്നതിനേക്കാൾ എളുപ്പത്തിലും കറക്റ്റ് കളറിലും ഇത് വറുത്ത് കിട്ടും. ഉള്ളി അങ്ങനെ പകുതിക്ക് പരുവായി വരുന്നുണ്ട്. നമ്മുടെ ഉള്ളി അങ്ങനെ ഗോൾഡൻ കളറിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്നത് ഗോൾഡൻ കളറാവും. പിന്നെ അരിഞ്ഞതിലുള്ള ചെറിയ അപാകത എല്ലാത്തിനെയും ഒരുമിച്ച് നിലനിർത്തുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇത് ഇരിക്കുമ്പോൾ തന്നെ ക്രിസ്പി ആയിക്കോളും. ഉള്ളി വറുത്ത എണ്ണയിലേക്കാണ് മുന്തിരിങ്ങ ഇടുന്നത്. കിസ്മിസ് നല്ല വലിപ്പമുള്ളതാണ്, അത് കറക്റ്റായിട്ട് പൊങ്ങി. നമുക്ക് അധികം മൂക്കാൻ പാടില്ല. ഞാൻ ഉള്ളി വറുത്ത ശേഷമുള്ള ആ എണ്ണ തന്നെയാണ് ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. 4 സ്പൂൺ വരും. പട്ട, ഏലക്ക, തക്കോലം, ബേ ലീവ്സ്, അല്പം കശേഷ, ഒരു നുള്ളു പെരിഞ്ജീരകം, സവാള, വളരെ കുറച്ച് മസാലകളാണ് ചേർക്കുന്നത്. ഈ ബ്രോക്കൺ മസാലകൾ ചേർത്തതിന് പുറമെ ഉള്ളി ഇട്ടു, പിന്നെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി 3 കൂടി അരച്ചത്, നല്ലൊരു കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി ഇടും. നമ്മൾ നല്ല മല്ലിയില കഴുകിയിട്ട് കൈ കൊണ്ടിങ്ങനെ മുറിച്ചിട്ടാൽ മതി. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ആദ്യമായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പിടുന്നത്. മുളക്, മല്ലി അങ്ങനെയുള്ള ഒരു സാധനവും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രം. 25% മൂപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്ത ആട്ടിറച്ചി 1/2 കിലോ എടുക്കുന്നുള്ളൂ. ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ട് അത് കഷ്ണങ്ങളായിട്ട്, ചെറിയ കഷ്ണങ്ങളാണ്. ഒരു 30 മിനിറ്റ് നേരം ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ടിൽഡയുടെ പ്രീമിയം ബസ്മതി റൈസാണ് അത്. 1121 നല്ല ലെങ്ത് ഉള്ളതാണ്. അതിലൊരു കപ്പ് അരി ഒന്ന് കഴുകിയെടുക്കണം. ആ 1 കപ്പ് റൈസിലേക്ക് 2 കപ്പ് വെള്ളം, ഉപ്പിട്ട് കൊടുക്കുക. പുതിനയില, അല്പം മല്ലിയില, 1 കഷ്ണം കറുവപ്പട്ട, 1 നുള്ള് പെരിഞ്ജീരകം, ചെറിയ പീസ് നാരങ്ങ, അത് പിഴിഞ്ഞിട്ട് ആ തൊലിയും കൂടെ അതിൻ്റെ അകത്തിട്ട്, 1 സ്പൂൺ നല്ല പശു നെയ്യ്. മട്ടൻ വെന്തതിലേക്ക് ദമ്മിടാനായിട്ട് നമ്മൾ വെന്തരി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മുന്തിരിങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഫുള്ള് ഇട്ടു. കൂട്ടത്തിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വിനിയം അത് കുറച്ച് ഡെക്കറേഷന് മാറ്റി വെച്ചിട്ട് കുറച്ച്
കുറച്ച് വലിയ അരിഞ്ഞതും കൂടെ അങ്ങോട്ട് ഒരു 20 മിനിറ്റ് ദമ്മിലിരിക്കണം. ബിരിയാണി ഒരു പ്രത്യേക രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ സോസ്പാൻ വെച്ചിട്ട് ഇത്തിരി കുരുമുളക്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, നെയ്യ്, അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. കരിഞ്ഞുപോയ ടേസ്റ്റ് മാറും, നല്ല റെഡ് കളറായി വരും. ഇനി ഇത് പ്ലേറ്റിലേക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. നമ്മളുടെ ബിരിയാണിയാണ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. വേറെ മസാലാസ് ഒന്നും ഇടാത്തത് കൊണ്ട് മട്ടണൊക്കെ അങ്ങനെ തെറിച്ച് നിൽക്കും. അത് കഴിക്കാനുള്ളത് മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ. എള്ളം മട്ടനും ചേർത്തുണ്ടാക്കിയ മട്ടൻ ബിരിയാണി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഒരു കഷ്ണം മട്ടനും ചോറും കൂടി ചേർത്തെടുക്കാം. അടിപൊളി. ആഹാ.